ഇന്ന് നമ്മുടെ 33ാമത്തെ സെഷൻ ആണ് ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പിന്റെ. ആൻഡി ഓർപ്പിച്ചതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 23 മുതൽ 26 വരെയുള്ള വചനങ്ങൾ നമ്മൾ കഴിഞ്ഞ നമ്മുടെ ധ്യാനത്തിൽ ചിന്തിക്കാനിടയായി തീർന്നു. കഴിഞ്ഞ ധ്യാനത്തിൽ വളരെ ഡിസ്റ്റർബൻസുകളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. എന്നാലും ആ ഭാഗമൊക്കെ നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നു. എൻ്റെ ഉള്ളത്തിൽ ഉണ്ടായിരുന്നത് ഈ ഭാഗം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് എടുക്കണമെന്നാണ്. പക്ഷെ ഞാൻ അതിന് തുനിയുന്നില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചയിലെ മെഡിറ്റേഷനില് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങളൊന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുവാനായി കർത്തൃനാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ 9-ാം അധ്യായത്തിൽ നമ്മള് 44-45 വാക്യങ്ങളിൽ കുറച്ചു സമയം കേന്ദ്രീകരിക്കുകയുണ്ടായി. ഇന്ന് 46 മുതൽ 50 വരെയുള്ള വചനങ്ങൾ വായിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഒരുപക്ഷെങ്കിൽ അതെല്ലാം ഇന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതിന്റെ 2-ാം ഭാഗം വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഞാൻ ആ വേദഭാഗം വായിക്കാം. അവരിൽ വെച്ച് ആർ വലിയവൻ എന്നൊരു വാദം അവരുടെ ഇടയിൽ നടന്നു. യേശു അവരുടെ ഹൃദയ വിചാരം കണ്ട് ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി. ഈ ശിശുവിനെ എന്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളും. എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളും. നിങ്ങൾ എല്ലാവരിലും ചെറിയവനായവൻ അത്രേ വലിയവൻ ആകും എന്ന് അവരോട് പറഞ്ഞു. നാഥ, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളോടുകൂടി നിന്നെ അനുഗമിക്കായികയാൽ അവനെ വിരോധിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞതിന് യേശു അവനോട്, വിരോധിക്കരുത്. നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു. 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ്. ശരിക്കും ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്. ഇതിനോടകം ചില കാര്യങ്ങൾ ഇത് റെഗുലറായി ധ്യാനിക്കുന്നവർക്ക് പരിചയമുണ്ട് എങ്കിലും ആ പരിചയം ഉണ്ട് എന്ന് ഞാൻ ധരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഇതിന്റെ ആ ഇമ്മീഡിയറ്റ് കോൺടാക്സ്റ്റ് നമുക്ക് അറിവുള്ളതാണെങ്കിലും ആ കോൺടാക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങളൂടെ സംസാരിച്ച് ഇതിലേക്ക് ഇറങ്ങാനാണ് താല്പര്യപ്പെടുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം മുതൽ 9-ാം അധ്യായത്തിന്റെ 50 വരെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഗലീലയിലെ ശുശ്രൂഷ. അത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ 9-ാം അധ്യായം വളരെ നമ്മൾ സൂക്ഷ്മമായി പഠിക്കേണ്ടതാണ്. കാരണം 9-ന്റെ 51 മുതൽ 19-ന്റെ 27 വരെ ഗാലീലിയൻ മിനിസ്ട്രി കഴിഞ്ഞ് കർത്താവ് ജെറുസലേമിലേക്ക് ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുന്ന രംഗമാണ്. ഒരു ട്രാൻസിഷനാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. വളരെ ക്രൂഷ്യലാണ് ഈ ചാപ്റ്റർ. കാരണം ഇവിടെയും ശിഷ്യന്മാരെ വളരെ ആഴമുള്ള പാഠങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിനെ അനുഗമിക്കാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഉൾക്കൊള്ളേണ്ട വളരെ ഗൗരവമുള്ള പാഠങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ 2 ഇവന്റുകളോടുകൂടെയാണ് ഗാലീലിയൻ മിനിസ്ട്രി കഴിയുന്നത് എന്ന് പറഞ്ഞാൽ 46 മുതൽ 48 വരെയുള്ള വചനങ്ങളിൽ
ഒരു ഇവന്റാണ്. 49-50 വാക്യത്തിൽ മറ്റൊരു ഇവന്റാണ്. ഇത് രണ്ടുമാണ് അവസാനം. എന്നിട്ട് 9:51 മുതൽ ജീസസ് ജെറുസലേമിലേക്ക് പോകുന്ന കാര്യമാണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ, ഞാൻ ഇപ്പോൾ വായിച്ച ഈ പാസേജ് മുഴുവനും, ഈ രണ്ട് ഇൻസിഡൻസും താഴ്മയുടെ പ്രാധാന്യത കാണിക്കുന്ന വേദഭാഗമാണ്. ഹ്യൂമിലിറ്റി. അത് ശിഷ്യന്മാരുടെ പ്രൈഡിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ അത് കാണേണ്ടത്. ഞാനത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാനും നിങ്ങൾ ഏവരും നമുക്ക് ചിലപ്പോൾ നമുക്കൊത്തിരി താഴ്മയുണ്ടെന്നൊക്കെ തോന്നിയേക്കാം കേട്ടോ. അത് കർത്താവ് ഓരോ ദിവസവും നമുക്ക് ചില ടെസ്റ്റ് പേപ്പറുകൾ തരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്നത് പോലെ, കാണിക്കുന്നത് പോലെ അങ്ങ് വലിയ താഴ്മയുള്ളവരൊന്നും അല്ലെന്ന് നമുക്കും ബോധ്യമാകുന്നത്. കർത്താവൻ നമ്മളെ ഉള്ളതുപോലെ അറിയാം. ഈ ടെസ്റ്റ് തരുന്നതേ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാന് ഈ കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തിന് ആ ശുശ്രൂഷയിൽ പ്രസംഗിക്കുവാനായി ക്ഷണിച്ചതുകൊണ്ട് അവിടെ ഞാൻ പോയി. ഞാനും എൻ്റെ ഭാര്യയുമുണ്ട്, ഞങ്ങൾ പോയി. പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ ബങ്കിൽ വാഹനം നിർത്തി. പെട്രോൾ ബങ്ക് എന്ന് പറയുമ്പോൾ ഞാൻ നിർത്തിയത് ഡീസൽ അടിക്കാൻ. ഒരു സഹോദരിയാണ്. സഹോദരി വന്ന് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുക. കുറെ മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഈ ഡീസലിന്റെ ആ മെഷീൻ വേണ്ട നിലയിൽ നോർമലായിട്ട് വർക്ക് ചെയ്യുന്നില്ല. 2-3 മിനിറ്റ് കൊണ്ട് തീരേണ്ട കാര്യം അത് വളരെ സ്ലോ എന്ന് പറഞ്ഞാൽ ആ സ്ലോ മോഷനിൽ ഒരു കാര്യം ചെയ്യുന്നത് പോലെ. അപ്പൊ എനിക്ക് ഒരു കാര്യം ഏറ്റാല് കൃത്യം സമയം പാലിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. പിന്നെ അപൂർവ ചില സാഹചര്യങ്ങളിൽ നമുക്കത് പറ്റാതെ പോകുന്നു. പെട്ടെന്ന് ഈ ടെസ്റ്റ് പേപ്പർ വന്നത്. എല്ലാം ന്യായമാ ഞാൻ ചിന്തിക്കുന്നത്, പക്ഷെ ഞാൻ ഇറിറ്റേറ്റഡായി. എന്നെനിക്ക് ബോധ്യമാകുന്ന സമയത്ത് എൻ്റെ അന്തരാത്മാവില് ഒരു കോഷനിങ് ഉണ്ടായി. ആദ്യം ആക്ച്വലി ഞാൻ ആ സഹോദരിയോട് പറഞ്ഞത്, ഇത് കസ്റ്റമേഴ്സ് വരുമ്പോൾ യു ഷുഡ് ടെൽ ദം ഇൻ അഡ്വാൻസ്. നിങ്ങളിത് ഞങ്ങൾ പറയണം ഇത്രയും ഡിലേ വരുമെന്ന്. അപ്പൊ ഞാനത് ഇത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. ഞാൻ തിരുത്തി. ഞാൻ ശാന്തമായി, കാം ഡൗൺ ആയി. ഞാൻ പറഞ്ഞു, സഹോദരി, ഞാൻ അങ്ങനെ അവരെ വിളിച്ചത്, സഹോദരി, ഇതിന്റെ എക്യുപ്മെന്റ് മെക്കാനിക്സിനെ വല്ലതും വിളിച്ചാൽ അവരത് റെക്ടിഫൈ ചെയ്യും. എന്നിട്ട് വളരെ സൗഹൃദമായ ഒരു നിലയില് വളരെ ശാന്തമായിട്ട് അവരോട് പറഞ്ഞൊരു വാക്കിൽ അവരെ ഒന്ന് എൻകറേജ് ചെയ്ത് I thanked her and then left. പക്ഷെ അതെനിക്കൊരു വലിയ പാഠമായിരുന്നു. നമുക്ക് തോന്നും നമ്മൾ ഈ പറയുന്ന പോലെ ഭയങ്കര സൗമ്യരാണെന്നുമൊക്കെ. ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ടെസ്റ്റ് പേപ്പറായി കിട്ടുമ്പോഴാണ് നമ്മൾ ശരിക്കും വേണ്ട നിലയിൽ പറയുന്നത് പോലെ മെച്ചുറായിട്ടില്ല എന്നത് നമുക്കും ബോധ്യമാകുന്നത്. ഇവിടെ ഞാനൊരു വാക്ക് പറഞ്ഞു, ശിഷ്യന്മാരുടെ പ്രൈഡിന്റെ പശ്ചാത്തലത്തിലാണ്
കർത്താവ് ഹ്യൂമിലിറ്റിയെ കുറിച്ച് ഈ രണ്ട് സംഭവങ്ങളെ പറയുന്നതെന്ന്. ശിഷ്യന്മാർക്ക് പ്രൈഡോ? അല്ല, നമ്മളല്ലേ പഠിച്ചത് 9-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ സകല ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ദൈവരാജ്യം പ്രസംഗിക്കാനും അവർക്ക് അധികാരവും ശക്തിയും ലഭിച്ചത്. അങ്ങനെയുള്ളവർക്ക് എന്താണ് കുറവ്? നമ്മൾ ശരിക്കും ഈ വേദഭാഗം പഠിക്കുമ്പോഴാണ് അവർ ഇനി വളരെയധികം മെച്യൂരിറ്റിയിലേക്ക് പോകാനുണ്ട് എന്നത് നമുക്ക് ബോധ്യമാകുന്നത്. അപ്പൊ ഞാൻ ഈ പാഠം വളരെ കെയർഫുൾ ആയിട്ട് നമ്മളെല്ലാവരും അത് വളരെ ധ്യാനിച്ച് നമ്മുടെ ലൈഫിനെ ഒന്ന് വിലയിരുത്തുവാനും, കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ അനുഗമിക്കുമ്പോൾ അവിടെ പ്രൈഡിന് സ്ഥാനമില്ല. അവിടെ പ്രൈഡിന് ഒരു സ്ഥാനവും ഇല്ല. കർത്താവ് നമ്മളെ ദൈവരാജ്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലുള്ളവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷ ഹ്യൂമിലിറ്റി, ഹംബിൾ ഓഫ് ഹാർട്ട്. ഇതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ഇതേ കാര്യം തന്നെ മർക്കോസ് 9-ലും മത്തായി 18-ലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് 9-ന്റെ 33-ാം വചനം നമ്മൾ പരിശോധിച്ചാൽ ഈ സംഭവം കർത്താവിന്റെ ഗാലീലിയൻ മിനിസ്ട്രിയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരിക്കുന്ന കഫർനഹൂമിൽ വെച്ചാണ് നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മാത്രമല്ല, മത്തായി 8, 5, 14 ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ ഇത് മിക്കവാറും പത്രോസിന്റെ ഭവനത്തിലാണ് നടന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അപ്പൊ ഞാൻ ഈ സംഭവം നടന്നത് എവിടാണ് എന്നത് ഒന്ന് ചൂണ്ടിക്കാട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് ഈ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി നമുക്കുണ്ടാകും. അപ്പൊ കർത്താവ് ഒരു ശിശുവിനെയൊക്കെ എടുത്ത് കർത്താവിന്റെ അരികിലൊക്കെ വെക്കുന്നുണ്ട്. ചിലരഭിപ്രായപ്പെടുന്നത് പത്രോസിന്റെ റിലേഷൻസിൽപ്പെട്ട ഒരു ചൈൽഡ് ആകാനാണ് സാധ്യത. ചിലരീവൻ പറഞ്ഞു പോസിബിളി ഇറ്റ് മൈറ്റ് ബി എ ചൈൽഡ് ഓഫ് പീറ്റർ. ഇതെല്ലാം സ്പെക്കുലേഷൻസ് ആണ്. അങ്ങനെ കൃത്യമായിട്ടും ദൈവവചനത്തിൽ ഇല്ല. എന്നാൽ ന്യായമായ ഒരു നിഗമനമാണ് ഇറ്റ് ഈസ് പോസിബിളി ഇൻ പീറ്റേഴ്സ് ഹൗസ് അറ്റ് കപ്പർനൗം. ഇനി അതിന്റെ ഫസ്റ്റ് ഇൻസിഡൻസ് 46 മുതൽ 48 വരെയുള്ള വേദഭാഗം. അപ്പൊ അവരുടെ ഇടയിൽ ഒരു ആർഗ്യുമെന്റ് വന്നു. ഞാനത് പിന്നീട് വിശദീകരിക്കാം. ഞങ്ങൾ ഈ വലിയവനാരാണ്? അതാണ് കർത്താവ് തിരുത്തുന്നത്. അപ്പം കർത്താവിന്റെ കൂടെ മാസങ്ങളായി നടക്കുന്നവരാണ്, ഈവൻ വർഷങ്ങളായി. കർത്താവിന്റെ പാഠങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. കർത്താവ് അത് പഠിപ്പിച്ചു, ഇവരത് ശ്രദ്ധിച്ച് കേട്ടു. ഒത്തിരി അത്ഭുതങ്ങൾ ഇവർ കണ്ടു. മാത്രമല്ല, ഇവരെ കമ്മീഷൻ ചെയ്ത് അയക്കുമ്പോൾ ഇവരും അത്ഭുതമൊക്കെ ചെയ്തു. അങ്ങനെ എപ്പോഴും നിരന്തരമായ ട്രാവലിങ്ങിലായിരുന്ന ഈ ശിഷ്യന്മാർ മടങ്ങി അവര് ഈ ഭവനത്തിൽ എത്തുമ്പോഴാണ് കർത്താവ് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 48 വരെയുള്ള വാക്യങ്ങൾ, 46 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അതിന്റെ കോൺടെക്സ്റ്റിൽ ഒന്ന് മനസ്സിലാക്കിയാൽ, കഴിഞ്ഞ ധ്യാനത്തിൽ 23 മുതൽ 26 വരെയുള്ള വചനങ്ങളിലെ ക്ലാസ് ശിഷ്യന്മാർ പഠിച്ചതാണ്. പക്ഷെ അവർക്കത് വേണ്ട നിലയിൽ മനസ്സിലായിട്ടില്ല. നമുക്കറിയാമല്ലോ, 22-ാം വാക്യത്തിലാണ് ആദ്യത്തെ കർത്താവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ചുള്ള പ്രഡിക്ഷൻ. 44-ലാണ് രണ്ടാമത്തെ പ്രഡിക്ഷൻ. 18-ന്റെ 31 മുതൽ 33 വരെയുള്ള വാക്യത്തിലാണ് മൂന്നാമത്തെ പ്രഡിക്ഷൻ. അപ്പൊ ഇതൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല.
ഞാനത് പിന്നീട് അതിനെക്കുറിച്ച് പറയാം. 23 മുതലുള്ള വാക്യം എന്ന് പറയുന്നത് മത്തായി 16 നമ്മൾ ചേർത്ത് 16-ാം അധ്യായത്തിൽ അതിനെ കുറച്ച് വിശദീകരണമുണ്ട്. ഈ കഷ്ടാനുഭവവും ക്രൂശും ഒക്കെ കേട്ട് പത്രോസ് കർത്താവിനെ ശാസിക്കുന്നതായിട്ടുണ്ട്. കർത്താവ് തിരിഞ്ഞ് വളരെ ഗൗരവമായിട്ട് പത്രോസിനെയും ശാസിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വാസ്തവത്തിൽ യേശുവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇരിക്കുമ്പോൾ കർത്താവ് ആക്ച്വലി പറയുന്നതിന്റെ ആശയം, യെരുശലേമിലേക്ക് ഞാൻ പോകുന്നു, ക്രൂശിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല ക്രൂശ്, എന്നെ അനുഗമിക്കുന്ന എല്ലാവർക്കും ക്രൂശുണ്ട്. അവർ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്ത് തന്നെ. അപ്പൊ ഈ തന്നെത്താൻ നിഷേധിക്കുക, എല്ലാ ദിവസവും അവരവരുടെ ക്രൂശ് എടുക്കുക എന്നിങ്ങനെയുള്ള ക്രിസ്ത്യാനിറ്റിയുടെ കോർ മെസ്സേജ് അവർക്ക് വേണ്ട നിലയിൽ മനസ്സിലായില്ല, അവര് ഉൾക്കൊണ്ടിട്ടില്ല എന്നത് 46 മുതലുള്ള വാക്യങ്ങൾ, ഈ അനുഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ സെൽഫ് ഡിനായലും ക്രോസും ഒന്നും വേണ്ട നിലയിൽ ശിഷ്യന്മാർക്ക് മനസ്സിലായിട്ടില്ല എന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതുപോലെ 49-50 വാക്യങ്ങളിൽ ആ രണ്ടാമത്തെ ഇൻസിഡന്റ്, ഒരാളെ ശുശ്രൂഷിക്കുന്നതിൽ നിന്ന് ശിഷ്യന്മാർ തടസ്സപ്പെടുത്തുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. പക്ഷെ കർത്താവ് അത് കറക്റ്റ് ചെയ്യുകയാണ്. അപ്പം ശിഷ്യന്മാർ ചിന്തിക്കുന്നത് പോലെയല്ല കർത്താവ് ചിന്തിച്ചത്, കർത്താവ് അവരെ കറക്റ്റ് ചെയ്യും. ഇതാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി 46-ാം വാക്യത്തിന്റെ ആ വാക്യം ഒന്ന് വായിക്കാം. അതിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. അവരിൽ വെച്ച് ആർ വലിയവനെന്ന് ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു. വാദം നടന്നു, ആർഗ്യുമെന്റ്. അപ്പൊ രണ്ടാമത്തെ ആ ഭാഗം ആദ്യമായിട്ട് ചിന്തിച്ചോളൂ. ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു. അല്പസമയം അതൊന്ന് കേന്ദ്രീകരിക്കുക. അപ്പൊ നമ്മള് ഇതിനോടകം 43-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം മുതൽ 45 വരെ ഉള്ള വചനങ്ങൾ, ഭൂതത്തെ കർത്താവ് പുറത്താക്കി കഴിഞ്ഞ് പുരുഷാരം വളരെ എക്സൈറ്റഡ് ആയി, ശിഷ്യന്മാരും എക്സൈറ്റഡ് ആയി, they were amazed. അതിന്റെ വെളിച്ചത്തിലാണ് ഇത് ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് കർത്താവ് അവരോട് പറഞ്ഞ് ക്രൂശിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുന്നത്. അപ്പൊ ജീസസിന്റെ ആ കമ്മിങ് സാക്രിഫൈസ് ആണ് നമ്മൾ അവിടെ ആ വേദഭാഗത്ത് കാണുന്നത്. അത് ഇപ്പോൾ വലിയവൻ ആരാണെന്നുള്ള വാദത്തിന് ഡയറക്റ്റ് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുക. അവർക്ക് പാഠം മനസ്സിലായിട്ടില്ല. നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? നമ്മളിത് വളരെ ശ്രദ്ധിക്കണം. കാരണം എനിക്ക് മനസ്സിലായ നിങ്ങളോട് ഞാൻ പ്രാരംഭത്തിൽ പറയാം, ഈ പാഠം മനസ്സിലായാൽ ഒരുപാട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ സോൾവ് ആകും, സഭകളിലെ പ്രശ്നം സോൾവ് ആകും. നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കാൻ നമ്മളോട് ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൊ കർത്താവ് ഞാൻ സൂചിപ്പിച്ചതുപോലെ 22-ാം വാക്യത്തിലും 44-ലും ഒക്കെ കർത്താവിന്റെ സഫറിങ്ങും ഡെത്തിനെ കുറിച്ച് കർത്താവ് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. എന്നിട്ട് 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ അവരും കഷ്ടങ്ങൾ അനുഭവിക്കണം, ക്രൂശെടുത്ത് അനുഗമിക്കണമെന്ന കാര്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. പക്ഷെ ഇത് 45-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലായിട്ടില്ല. ഇറ്റ് ഹാസ് നോട്ട് സങ്ക് ഇൻ ടു ദെയർ ഹാർട്ട്. അതുകൊണ്ടാണ് 46 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ അവർ ഈ നിലയിൽ പെരുമാറുന്നത്. They are following Jesus. They have been commissioned by the Lord to minister. They saw all the miracles and they were taught by the
ടീച്ചർ. ഇതൊക്കെ ശരിയാണ്. പക്ഷേ അവര് ആത്മീയ പക്വതയിലേക്ക് വളരെ സ്ലോ ആയിട്ടാണ് നീങ്ങുന്നതായിട്ട് കാണുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണം. ഞാൻ 45 വാക്യം ഒന്ന് വായിക്കാം. നമ്മൾ അതൊക്കെ ചിന്തിച്ചതാണെങ്കിലും ഒന്ന് വായിക്കാം. പ്രത്യേകിച്ച് ഈ 46 വാക്യത്തിന്റെ വെളിച്ചത്തിൽ 45 ഒന്ന് കാണുക. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല. 1. 2, അത് തിരിച്ചറിയാതെ വണ്ണം അവർക്ക് മറഞ്ഞിരുന്നു. ആ വാക്ക് സംബന്ധിച്ച് അവനോട് ചോദിപ്പാൻ അവർ ശങ്കിച്ചു. 4 കാര്യമാണ് നെഗറ്റീവായിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലാകാതെ ഇരുന്നത് എന്നതിന് ഞാൻ ഒരു വ്യാഖ്യാനം പറഞ്ഞിരുന്നു. അവരുടെ ട്രഡീഷണൽ ഇന്റർപ്രിട്ടേഷന് വ്യത്യസ്തമായിട്ടാണ് യേശു മശിയായുടെ ദൗത്യത്തെക്കുറിച്ച് ഇപ്പൊ പറയുന്നത്. അവരുടെ മനസ്സിൽ അവരെ ട്രഡീഷണലായിട്ട് പഠിപ്പിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇൻഫാക്ട് ദൈവവചനത്തിന്റെ പ്രോപ്പർ വ്യാഖ്യാനമല്ല അവർക്ക് കിട്ടിയിട്ടുള്ളത്. അവരുടെ ചിന്തയിൽ മശിയ വരുമെന്നുള്ളത് അവർ വിശ്വസിക്കുന്നു. പക്ഷെ ആ മശിയ അക്ഷരികമായ ദൈവരാജ്യം സ്ഥാപിക്കും. അപ്പൊ എന്താ നേട്ടം? നേട്ടം ഇതാണ്: ഇപ്പോൾ ഭരിക്കുന്ന ഈ റോമൻ എംപയറും അവരുടെ ഈ ടാക്സ് സിസ്റ്റവും അവരുടെ ഈ ഉപദ്രവത്തിൽ നിന്നൊക്കെ ദൈവം അവരെ വിടുവിക്കുകയും അവര് ലോകത്തെ ഭരിക്കുന്നവരായി മാറുകയും ചെയ്യും. ശിഷ്യന്മാരുടെ എക്സൈറ്റ്മെന്റ് ഷുവർലി അങ്ങനെ ലിറ്ററൽ കിങ്ഡം ആണെങ്കിൽ അവർക്കും ചില സ്ഥാനങ്ങളൊക്കെ അവർ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതിന്റെ വെളിച്ചത്തിലാണ് അവർക്ക് ഈ ക്രോസിനെ കുറിച്ച് മനസ്സിലാകാതിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ ഒരു വ്യാഖ്യാനമാണ്. പക്ഷെ ഇതിനോട് ചേർന്ന് 46 മുതൽ 48 വരെയുള്ള വാക്യത്തിന്റെ അടിസ്ഥാനത്തിലും 49, 50 വാക്യത്തിന്റെ അടിസ്ഥാനത്തിലും ഇവരുടെ ഇടയിലെ ഈ തർക്കവും വാദവും നിമിത്തം അത് ദൈവത്തിന്റെ പ്ലാനിനെയും പദ്ധതിയെയും വേണ്ട നിലയിൽ അവർക്ക് ഗ്രഹിപ്പാൻ കഴിയാതെ ഇരുന്നതാകാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതോടെ അവരുടെ ആ ഇഗ്നറൻസ് തുടരുവാൻ ഇടയായി തീർന്നു എന്ന കാര്യം കൂടെ ദൈവം മക്കളുടെ മുൻപാകെ ഞാൻ ഷെയർ ചെയ്യുകയാണ്, വയ്ക്കുകയാണ്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ഇവര് തമ്മിൽ ഇപ്പോൾ ഒരു വലിയ വാദമുണ്ട്. അപ്പം ഡിസൈപ്പിൾസിന് ഒരു റൈവൽറി ആയി. അത് നിമിത്തം അവരുടെ ഐക്യത കെടുന്നു. ഇത് നിമിത്തം കർത്താവ് ആഴമേറിയ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് വേണ്ട നിലയിൽ ഗ്രഹിപ്പാൻ കഴിയാതെ ഇരിക്കുന്നു. ക്രൂശിൽ നിന്ന് അവരുടെ കണ്ണുകൾ മാറിപ്പോകുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാറിപ്പോകുന്നത് കൊണ്ടാണ് they are seeking greatness. ക്രൂശെടുത്ത് അനുഗമിക്കാനാണ് ആജ്ഞ. പക്ഷെ അവർ അതിന് നേരെ വിപരീതമായി. കർത്താവ് പഠിപ്പിക്കുന്ന ക്രോസ് ആണ്, അവര് ചിന്തിക്കുന്നത് ക്രൗൺ ആണ്. അപ്പൊ ഇത് നിമിത്തമായിരിക്കും. ഒന്ന്, അവരുടെ ഇടയിലുള്ള ആ വാദം നിമിത്തം അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ബ്ലോക്കായി പോയതാകാനും സാധ്യതയുണ്ട്. കാരണം അവർ ഇതിനകത്ത് കിടന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. 2, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ മസിയാനിക് മിഷനെ കുറിച്ചുള്ള അവരുടെ തെറ്റിദ്ധാരണ. കാരണം അവര് പ്രതീക്ഷിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ദൈവരാജ്യം വരും, ലിറ്ററൽ ആയിരിക്കും. കാരണം ഹി ഈസ് ഡൂയിങ് ഓൾ ദീസ് മിറക്കിൾസ്, റൈസിങ് ദ ഡെഡ്, കാലാവസ്ഥകളെ നിയന്ത്രിക്കുന്നു എന്നിങ്ങനെയുള്ള അപാരമായ അത്ഭുതങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് അവർ വെളിപ്പാട് പറഞ്ഞു, ദിസ് ഈസ് ദ മസായ. അപ്പൊ ഈ മസായ ലിറ്ററൽ ആയിട്ടുള്ള കിങ്ഡം കൊണ്ടുവരും. അതാണ് അവരുടെ പ്രതീക്ഷ. കർത്താവ് എപ്പോഴും പേഴ്സണൽ സഫറിങ്ങിനെ കുറിച്ചും ഒക്കെയാണ് കർത്താവ് അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ ദേ ആർ സീക്കിംഗ് പേഴ്സണൽ ഗ്ലോറി. ഇതാണ് രംഗം.
അപ്പൊ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം ഒരു പ്രാവശ്യം കൂടെ പറയാം. ക്രൂശിനെ കുറിച്ചുള്ള ഒരു യഥാർത്ഥ കാഴ്ചപ്പാടും ദർശനവും നമുക്കില്ലെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ സാരമായി അത് ബാധിക്കും. ഒന്ന്, ക്രിസ്ത്യൻ ഇവാഞ്ചലിസം. എനിക്ക് ക്രൂശിനെ കുറിച്ചും ക്രൂശിന്റെ സാധ്യത കർത്താവോട് എന്താ ചെയ്യുന്നത് എനിക്ക് വേണ്ട നിലയിൽ ദൈവവചനത്തിൽ നിന്ന് അറിയത്തില്ലെങ്കിൽ മാനസാന്തരവും പാപമോചനവുമായി ഞാൻ പോയി പ്രസംഗിക്കേണ്ടത്. ഈ ക്രൂശിൽ നടന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ പാപിയായ മനുഷ്യരോട് എന്താണ് പറയേണ്ടത്? ഒരിക്കലും എനിക്ക് ഇഫക്റ്റീവായിട്ട് ഇവാഞ്ചലിസം ചെയ്യാൻ കഴിയത്തില്ല. രണ്ടാമത്തെ കാര്യം, ക്രിസ്ത്യൻ ലിവിങ്, ദൈനംദിന ജീവിതത്തിലുള്ള എൻ്റെ ജീവിതം, ക്രിസ്തീയ ജീവിതം ഒരിക്കലും ഇഫക്റ്റീവ് ആകത്തില്ല. ക്രൂശ് എടുത്ത് അനുദിനം അനുഗമിക്കാനാണ് നിർദ്ദേശം. പക്ഷെ എനിക്ക് ക്രൂശിനെ കുറിച്ച് അറിയില്ല, എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് അറിയത്തില്ലെങ്കിൽ എൻ്റെ ലൈഫിനെ അത് ബാധിക്കും, ക്രിസ്ത്യൻ ലിവിങ്ങിനെ അത് ബാധിക്കും. ഈ രണ്ട് കാര്യവും സീരിയസ് ആണ്. ഇൻഫാക്ട് ഇതല്ലേ ഇപ്പോൾ നമ്മുടെ ഇടയിൽ നടക്കുന്നത്. സുവിശേഷവും വേണ്ട നിലയിൽ ക്രൂശിനെ കുറിച്ച് പലയിടത്തും പ്രസംഗിക്കപ്പെടാറില്ല. ഇനി പ്രസംഗിച്ചാൽ പോലും വെളിയിലുള്ള ആളുകൾ നോക്കുമ്പോൾ ഈ പ്രസംഗിക്കുന്ന പോലെ ജീവിക്കുന്ന ആരാണ്? ഇറ്റ്സ് വെരി സീരിയസ്. നമുക്ക് വി ക്യാൻ സേ ദാറ്റ് ഞങ്ങളെ നോക്കണ്ട, കർത്താവിനെ നോക്കിക്കൂ എന്ന് പറയാം. തെറ്റില്ല, നല്ല ഒരു ആശയമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, കർത്താവിനെ അനുഗമിച്ച പൗലോസ് പറഞ്ഞത് ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുഗമിക്കാൻ തന്നെയാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം വി ആർ ഗോയിങ് ടു ബി പെർഫെക്റ്റ് ഇൻ ദിസ് സൈഡ് ഓഫ് ഇറ്റേണിറ്റി എന്ന വാദവുമല്ല. വി ആർ മൂവിങ് ടുവേർഡ്സ് പെർഫെക്ഷൻ എന്നുള്ള കാര്യം കൂടെ വളരെ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ ക്രൂശിന്റെ സന്ദേശം വേണ്ട നിലയിൽ നമുക്കറിയത്തില്ലെങ്കിൽ, if we are ignorant about the cross, about the suffering of Jesus, about the death, burial, and resurrection of Jesus, it's going to affect the way we conduct our life daily and also the way we share the gospel with other people. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ ഇത് നമ്മളൊന്ന് ചിന്തിച്ചേ. ഇത്രയധികം അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവിന്റെ കൂടെ നടന്ന് കാണുകയും കർത്താവിന്റെ ടീച്ചിങ്സിലെല്ലാം കർത്താവിന്റെ കൂടെ നിന്ന് അത് പഠിക്കുകയും ചെയ്ത ആളുകൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വഴക്കിടുക എന്ന് പറയുന്നത് എങ്ങനെയാണ് സഹോദരങ്ങളെ? അല്ല, ഇപ്പൊ ആരും കൈപൊക്കണ്ട, നമ്മുടെയൊക്കെ കേസ് ഇതൊക്കെ തന്നെയാണ്, വീട്ടിലും ചർച്ചുകളിലും എല്ലാം. അപ്പം ഇതിന്റെ റൂട്ട് എന്താണ്? നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, സുവിശേഷം കേട്ടു, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വീണ മനുഷ്യന്റെ ആ ഫോളൻ ഹ്യൂമൻ നേച്ചറിന്റെ പ്രധാന ഘടകം പ്രൈഡാണ്, നിഗളമാണ്. ഏദൻ തോട്ടത്തില് ആദമും ഔവായും പാപം ചെയ്തു. ഔവായുടെ പ്രൈഡാണ്, ആഡമിന്റെ പ്രൈഡാണ് ആ വീഴ്ചയ്ക്ക് കാരണമായി മാറിയത്. അവരെ വഞ്ചിച്ച പിശാചിന്റെ പ്രൈഡാണ് സാഹസം നിറഞ്ഞെന്ന ഹൃദയത്തിൽ. അപ്പൊ ഫോളൻ ഹ്യൂമൻ നേച്ചറിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം പ്രൈഡാണ്. ഈ നിഗളത്തിൽ നിന്നാണ് ബാക്കി എല്ലാ പാപങ്ങളും സ്പ്രൗട്ട് ചെയ്യുന്നത്. എല്ലാത്തിന്റെ റൂട്ട് എന്ന് പറയുന്നത് നിഗളമാണ്. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പൊക്കെ നമ്മൾ ശാന്തമായിട്ടും സൗമ്യമായിട്ടൊക്കെ ആക്റ്റൊക്കെ ചെയ്ത് കാണും. പക്ഷെ നമ്മൾ നിഗളികളായിരുന്നു.
ദൈവവചനത്തെ വിരോധിക്കുന്ന, സുവിശേഷത്തെ തള്ളിക്കളയുന്ന സകല ആളുകളും കേട്ടുകൊള്ളുവീൻ, നിഗളികളാണ്. They are at rebellion against a holy God. അവര് സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിച്ചേക്കാം, ശബ്ദം ഉയർത്താതൊക്കെ സംസാരിക്കും. നമ്മൾ എന്താണെങ്കിലും രക്ഷിക്കപ്പെട്ടില്ലേലും നല്ല സൗമ്യനാ കേട്ടോ. രക്ഷിക്കപ്പെടാത്ത നിഗളിയാണ് പ്രിയരെ. യാഥാർത്ഥ്യം അതാണ്, എത്ര സോഫ്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞാൽ. ഈ വീണ മനുഷ്യന് നിഗളം, ആ നിഗളത്തിൽ നിന്നാണ് സ്വയകേന്ദ്രിതമായ ജീവിതം, സ്വസ്നേഹം, സെൽഫ് സെന്റേർഡ്നെസ് ആൻഡ് സെൽഫ് ലവ്. അതുപോലെ കേട്ടോ, സ്വന്തമായി നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യുക. അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഓർക്കാടെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ഇപ്പൊ ഇതുണ്ടല്ലോ. ഉണ്ട്. അതാ ഞാൻ പറയാനായിട്ട് ആദ്യം മുതലേ തുടങ്ങുന്നത്. നമ്മൾ ഒരു വലിയ സംഭവമാണ്, ആ ഞാൻ എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇത് നാച്ചുറൽ ഫോളൻ മാനിൽ ഉള്ള കാര്യങ്ങളാണ്. നിഗളം, ആ നിഗളം റിഫ്ലക്ട് ചെയ്യുന്നത്, നിഗളം നിന്നാണ് സെൽഫ് സെന്റേർഡ് ലൈഫും സെൽഫ് ഫുൾഫില്ലിംഗ് ലൈഫ്, സെൽഫ് ലവ്, ഇതെല്ലാം ഉള്ളത്. എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ സുവിശേഷം കേട്ടു. ശ്രദ്ധിച്ച് കേൾക്കണം. സുവിശേഷം കേട്ടപ്പോ ഞങ്ങള് ഇവിടെ അടുത്ത് എനിക്കറിയാവുന്ന ഒരാള് ഒരിക്കല് പറഞ്ഞു, നിങ്ങളുടെ ചർച്ചിലൊക്കെ വരുന്നവര് പണ്ട് പാപികളൊക്കെ ആയിരുന്നു. ഞാൻ അങ്ങനെ ഒരാളല്ല കേട്ടോ, ഞാന് അങ്ങനെ ഒരാളല്ല. കുട്ടിക്കാലം തൊട്ട് എന്റെ മാതാപിതാക്കൾ എന്നെ ചൊവ്വിനാണ് വളർത്തിയത്. ഞാൻ കുട്ടിക്കാലം തൊട്ട് സൺഡേ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സുവിശേഷത്തെ തിരസ്കരിക്കുക. അതെന്താണ് സംഭവം എന്നറിയാമോ? നിഗളമാ. That person thinks so highly about himself or herself. പക്ഷെ ഇങ്ങനെ ഇരുന്നപ്പോൾ ശ്രദ്ധിക്കണം, സുവിശേഷം കേട്ടു. അതെന്താണ് സുവിശേഷം? വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാൻ. ഞാൻ എത്രയോ നല്ല കാര്യം ചെയ്യുന്നുണ്ട്. അതാണ് ആ പ്രൈഡ്. I am earning myself into heaven. ഞാൻ എത്രയോ പേർക്ക് ധർമ്മം കൊടുക്കുന്നുണ്ട്, ചാരിറ്റി പ്രവർത്തനമുണ്ട്, ആഹാരമില്ലാത്ത എത്ര പേർ കൊടുക്കുന്നുണ്ട്, പിള്ളേരെ കല്യാണം കഴിപ്പിക്കാൻ വശമില്ലാത്തവർക്ക് ഞാൻ എത്രയോ കൊടുക്കുന്നുണ്ട്. Therefore I will be in heaven. നിഗളം. അപ്പോഴാണ് സുവിശേഷം കേൾക്കുന്നത്. നോ, പിതാവാം ദൈവം പുത്രനെ നമ്മുടെ പാപത്തിന് പരിഹാരമായി നമുക്ക് തന്നിരിക്കുന്നു. അവിടുന്ന് പാപം കൂടാതെ ഐഹിക ജീവിതം നയിച്ച് അതിന്റെ അവസാനം കാൽവറി ക്രൂശിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി യാഗമായി തീർന്നു. നമ്മുടെ പാപം പിതാവാം ദൈവം അവിടുത്തെ മേൽ, പുത്രന്റെ മേൽ ചുമത്തി. നമ്മുടെ മേലുണ്ടായിരുന്ന ദൈവത്തിന്റെ കോപം പുത്രന്റെ മേൽ ചൊരിഞ്ഞു. ആ പുത്രനിൽ വിശ്വസിക്കുന്നവന് പിതാവാം ദൈവം കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കും. അത് സ്വീകരിക്കണമെങ്കിൽ ഈ നിഗളത്തിന് ഒരു വലിയ പ്രഹരം ഏൽപ്പിക്കപ്പെടണം. എന്റെ നല്ല പ്രവർത്തികൾ കൊണ്ടല്ല, ദൈവം ക്രിസ്തുവിൽ ചെയ്തത് നിമിത്തമാണ് ദൈവം എന്നെ അംഗീകരിക്കുന്നതെന്ന വസ്തുത ഒരുവൻ അംഗീകരിക്കണമെങ്കിൽ അവന്റെ അകത്ത് ഞാൻ എന്തോ സംഭവമാണ്. God will accept me because I know 119 Psalm by heart എന്നൊക്കെ ഉള്ളവരുണ്ടല്ലോ. അത് താഴ്ത്തി വെക്കുന്ന പ്രൈഡിന് ഏൽക്കുന്ന ശക്തമായ അടിയാണ്. അങ്ങനെയാണ് വാസ്തവത്തിൽ ഈ കൺവേർഷൻ നടക്കുന്നത്.
നമ്മുടെ ആ പ്രൈഡ് ബ്രോക്കൺ ആകുകയാണ്. എന്നിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ, ലോർഡ്, ഐ ട്രസ്റ്റ് ഇൻ യു. All my good works are like filthy rags before you എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. And now I trust in your grace. I trust in the finished work on the cross of Calvary എന്ന് പറയുമ്പോൾ ആ നമ്മുടെ അകത്ത്, എന്റെ കുടുംബത്തെ അറിയാമോ, 3-4 അച്ഛന്മാരൊക്കെ ഉണ്ട്, ഇതെല്ലാം താഴും. മനസ്സിലായോ? ചിലരൊക്കെ ചോദിക്കും, നമ്മളെക്കാട് വെരിട്ടിക്കളെ, ഞാൻ ആരാന്നറിയാമോ? അയ്യോ ഇല്ല സാർ, ആരാ? അപ്പൊ ഒരു വലിയ കുടുംബ പേരും ഒക്കെ പറഞ്ഞ ഞങ്ങളുടെ പാരമ്പര്യം അറിയാമോ? ഭാരതത്തിൽ മലയാളിയാണോ ഭാരതീയനാണോ കൂടുതൽ? ഈ പാരമ്പര്യം ഒന്നും വീമ്പളക്കല്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പുറമോട്ട് പോകണം. ഈ കുടുംബ ചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, ഒരു സമയത്തിനപ്പുറം പുറമോട്ട് പോകാൻ ഒക്കത്തില്ല. കാരണം നമ്മൾ ആരായിരുന്നു? ഭാരതത്തിലുള്ളവല്ല ആരായിരുന്നു? അപ്പം കുറെ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് പോയാൽ സംഗതി പ്രശ്നമാണ്. പക്ഷേ ഒരു നിഗള മനോഭാവമാണ്. എനിക്ക് ഭയങ്കര പാരമ്പര്യമാണ്, ഞാൻ വലിയ മൂപ്പനാണ്, ഞാൻ വലിയ സംഭവമാണ്. And therefore God will accept me. God will not accept a rebellious, proud person. He gives grace to the humble. അപ്പൊ ഈ കൺവേർഷന്റെ സമയത്ത് ആത്മപ്രവൃത്തി നമ്മുടെ അകത്ത് നടന്ന് നമുക്കതിന് കപ്പാസിറ്റി ഉള്ളത് ഹോളി സ്പിരിറ്റ് അകത്ത് വചനമിട്ട് നമ്മളെ ആ വലിയ നിഗള മനോഭാവത്തെ അടിച്ച് ഒതുക്കി, അങ്ങനെയാണ് ലോർഡ് ഐ ഹംബ്ലി കം. അല്ല, നമുക്കറിയത്തില്ലേ, രണ്ടുപേര് ആലയത്തിൽ പോയപ്പം ഒരുത്തൻ പറഞ്ഞ എന്താണെന്നറിയോ? നിനക്കറിയാമല്ലോ ഞാൻ ആരാ സംഭവം എന്ന്. ആഴ്ചയിൽ 2 തവണ ഞാൻ ഉപവസിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ദാനധർമ്മം കൊടുക്കുന്നുണ്ട്. ചിലരൊക്കെ പ്രാർത്ഥിക്കുന്ന കേട്ടാ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. പിന്നെ ഞാൻ തന്നെ അവനെ പോലെ അല്ലെന്ന്. ചുങ്കക്കാരന്റെ പ്രാർത്ഥന എന്താ? നത്തിങ് ടു സേ, നത്തിങ് ടു സേ. മാറത്തടിച്ചെന്ന്. ഹാവ് മേഴ്സി ഓൺ എ സിന്നർ ലൈക്ക് മീ. അവൻ നീതീകരിക്കപ്പെട്ടു പോയെന്നാ വേദോസം പറയുന്നു. ഇതാണ് ഞാൻ പറയുന്നത് എന്റെ ആശയം. ഓക്കെ, എന്റെ വർക്ക്സ് എന്നെ ദൈവം കൺസിഡർ ചെയ്യുമെന്ന് പറയുന്നത് ഇത് പ്രൗഡാണ്, പ്രൈഡാണ്. പക്ഷേ കൺവേർഷന്റെ ആ സമയത്ത് നമ്മൾ ദൈവസന്നിധിയിൽ താഴുകയാണ്. ഇല്ല കർത്താവേ, എന്റെ യാതൊരു സൽപ്രവൃത്തിയും അങ്ങയുടെ മുൻപിൽ ചെലവാകത്തില്ല. യു ആർ എ ഹോളി ഗാഡ് ആൻഡ് മൈ so-called good works are filthy rags before you. And therefore I humble myself and I trust in the finished work of Jesus Christ. അങ്ങനെ നമ്മൾ താണു. അങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്. കേട്ടോളണം, നമ്മൾ അങ്ങനെ വിശ്വാസിയായി. ദോയി വിശ്വാസിയായി. നമ്മൾ വിശ്വാസിയായിട്ടും ഈ നിഗളം പെർമനന്റ് ആയിട്ട് പോയിട്ടില്ല. നീതീകരണത്തിന്റെ വിഷയം നടന്നപ്പോൾ ആത്മപ്രവൃത്തിയാൽ അതിന് വിപരീതമായി നിന്ന നിഗളം ഒട്ടു താഴെ വീണു. നമ്മൾ രക്ഷിക്കപ്പെട്ടു എങ്കിലും ഈ നിഗളം കൂടെ പൊങ്ങി വരും. നീതീകരണം കഴിഞ്ഞു. വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു ഡെയിലി പ്രോസസ്സാണ്. നമ്മുടെ മരണം വരെ നടക്കേണ്ടതാണ്. ഈ വിശുദ്ധീകരണത്തെ മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ വഴി എന്ന് പറയുന്നത് നമ്മുടെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അനുദിനം
നിഗളത്തെ, ഹ്യൂമിലിറ്റി അടിച്ചമർത്തുകയാണ്. വചന വിപരീതമായും ദൈവഹിതമല്ലാതെയും നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ ചെയ്യുവാനും ക്രിസ്തീയ ജീവിതത്തെ നയിക്കാനുമൊക്കെ ഉള്ള ആ പ്രേരണകൾ, ആഗ്രഹങ്ങൾ ഡെയിലി നമ്മൾ അതിനെ ഒതുക്കുകയാണ്, തന്നെത്താൻ നിഷേധിക്കുകയാണ്. ആ അനുഭവം, തന്നെത്താൻ ഡെയിലി നിഷേധിക്കുന്ന അനുഭവം, ഇത് സാങ്ക്ടിഫിക്കേഷൻ ഉടനീളമുണ്ട്. It is the triumph of humility over pride daily. Praise the Lord. കർത്താവ് ഇവിടെ ഹ്യൂമിലിറ്റിയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മളിതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പോസിബിളി നമുക്ക് 2 സെഷൻ വേണ്ടി വരും. ദാറ്റ്സ് ഓൾ റൈറ്റ്. കാരണം ഇത് എത്ര നാളെടുത്തു ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലാക്കാൻ? നമ്മളിത് മനസ്സിലാക്കണം. അപ്പൊ 20-ാം വാക്യം 9:20 നമുക്കറിയാം, ഇവര് കർത്താവായ യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റു പറഞ്ഞവരാണ്. അത് മത്തായി 16 അതിന്റെ വിശദീകരിച്ചുള്ള ആ കൺഫെഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾ യോഹന്നാൻ 6:68 ഞാനൊന്ന് വായിക്കാം. അവരുടെ ആ കമ്മിറ്റ്മെന്റ്, വലിയ പുരുഷാരം യേശുവിനെ വിട്ടുപോകുന്ന രംഗമാകട്ടോ. 5 അപ്പവും 2 മീനും കൊണ്ട്, അത് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അത് വളരെ കൺസൈസ്ഡ് ആയിട്ടാണ് ലൂക്ക് എഴുതിയിരിക്കുന്നത്. ഞാൻ ജോൺ 6 നിന്ന് അതിന്റെ ആ ഡിസ്കോഴ്സ് കഴിഞ്ഞ് കുറെ ആളുകൾ വിട്ടുപോയി കഴിഞ്ഞ് കർത്താവ് ശിഷ്യന്മാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഞാൻ അവിടെ നിന്നാണ് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നത്. നോക്കിക്കേ, ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. എന്നിട്ട് അടുത്ത വാക്കോടെ 69, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കമ്മിറ്റ്മെന്റ് ഉള്ളവരാണ് ഇവര്. കേവലം യേശു മശിയാണെന്ന് ഏറ്റു പറഞ്ഞ മാത്രമല്ല, അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളാണ്. എന്നാലും പ്രിയരേ, യു സീ, ഇപ്പൊ ഒരു സമയം വന്നപ്പോ വാദം. അച്ഛാ നിൽക്കുന്നുണ്ടോ? അച്ഛാ അടുത്ത വർഷത്തെ സെക്രട്ടറി ആയിട്ട് എങ്ങനെ? ജോർജ് ചായനും ചാക്കോ ചായനും കുഞ്ഞോൻ ചായനും മത്തായി കുട്ടി ചായനും. ഇനി സഭയിൽ ആരും ഇല്ല, എല്ലാവരും സെക്രട്ടറിയാ. സ്തോത്രം. പിന്നെ ചിലര് പാസ്റ്ററോടാകാൻ തുടങ്ങി. വാദം. സ്തോത്രം. ഈ പാഠം പഠിച്ചാലുണ്ടല്ലോ, കുടുംബത്തിലെ പിന്നെ അധികം കൗൺസിലേഴ്സിനെ ഒന്നും പോയി കാണണ്ട, കർത്താവിന്റെ വചനത്തിൽ നിന്നാ മതി. ദൈവസഭയിലെ ഒരുപാട് ലഹളകൾ, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. ഈ കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളിൽ പിന്നെ അവരുടെ ഹൃദയത്തിലെ പ്രൈഡ് നമുക്ക് കാണാൻ കഴിയും. അവരുടെ ഇമ്മച്യൂരിറ്റി നമുക്ക് കാണുവാൻ കഴിയും. അവര് വിശുദ്ധീകരണത്തിന്റെ പ്രോസസ്സിലാണെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, മരണം വരെ ആ പ്രോസസ്സ് നടക്കുന്ന, ഇത് പ്രാരംഭഘട്ടമാണ്. അപ്പൊ മനുഷ്യന്റെ, ഞാൻ പറഞ്ഞല്ലോ, ആ ഫോളൻ ഹ്യൂമാനിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രൈഡാണ്. ആൻഡ് വി ആർ അറ്റ് റിബല്യൻ അഗൈൻസ്റ്റ് ഗോഡ്. പക്ഷെ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ട ആളുകൾ, അവരെ കുറിച്ചുള്ള കർത്താവിന്റെ പ്രതീക്ഷയാണ് 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ തന്നെത്താൻ നിഷേധിക്കണം. പിന്നെ ഈ നിഷേധിക്കപ്പെടേണ്ട പുള്ളി ഞാനല്ല ഭരിക്കേണ്ടത്. The Christian life is characterized by self-hate.
പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ ഒരു സ്ട്രോങ് പാഠമാണ്. തന്നെത്താൻ നിഷേധിക്കുക, സെൽഫ് ഡിനായൽ ആൻഡ് സെൽഫ് ഹെയ്റ്റ്, ഇതെല്ലാമാണ് രക്ഷിക്കപ്പെട്ടവരിൽ കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്വഭാവമായിട്ട് കോൺട്രാസ്റ്റിലാണ്. ഇപ്പോഴാണ് ഞാൻ പറയുന്നത്, ഞാൻ എന്റെ തനി സ്വഭാവം എടുക്കും കേട്ടോ, കൂടുതൽ ഇനി മിണ്ടിക്കൊണ്ട് യോ 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 മനസ്സിലാവുന്നുണ്ടോ? വേറെ ചിലർ പറയുന്നു, ഞാൻ ആരാന്നും നിനക്ക് അറിയത്തില്ല കേട്ടോ. അയ്യോ, എന്തിക്കോസുകാരാ, കൊള്ളാമല്ലോ. സ്തോത്രം. ജനറൽ ബോഡിക്ക് വരുന്നത് തന്നെ എങ്ങനെയാ? ഫുൾക്കൈ ഒക്കെ ഒന്ന് പണ്ട് പള്ളിയിൽ നിന്നപ്പോഴത്തെ സ്വഭാവമെല്ലാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തലേ ഞായറാഴ്ചയും ആത്മാവിലാന്ന് പറയുന്നു. തമ്പേറും ഒക്കെ അടിച്ച് ചിഞ്ചിലും ഒക്കെ അടിച്ച് ആരാധിച്ച പുള്ളിയാ. സ്തോത്രം. ഇതാണ് പ്രിയരെ ഇന്ന് വിശ്വാസ സമൂഹത്തിന് പറ്റിയിരിക്കുന്നത്. നമ്മുടെ ഇടയിൽ വാദമാണ്. അപ്പോഴും ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്, വാദം. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം, അതിന്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ, ഇപ്പോൾ 9-ാം അധ്യായത്തിന്റെ 46 മുതലുള്ള പാഠമൊന്നും ഏറ്റിട്ടില്ല. പിന്നെയും ക്ലാസ് എടുത്തതിന്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. 23-ാം വാക്യം, ഇത് ചെയ്യുവാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ആർ ആയിരിക്കും എന്ന് അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു തുടങ്ങി. 24-ാം വാക്യം, തങ്ങളുടെ കൂട്ടത്തിൽ ആരെ ആകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. ഇത് ലാസ്റ്റ് സപ്പറിനിരിക്കുമ്പോഴും വേറെ നേരത്തെ ഈ ക്ലാസ് ഒക്കെ എടുത്തതല്ലേ? നേരത്തെ എടുത്തായിരുന്നു. വെരി ഹാർഡ് ടു ഗോ, വെരി ഹാർഡ് ടു ഗോ. ജീസസ് നേരിട്ട് പഠിപ്പിച്ചതാണ്, പക്ഷെ അതങ്ങോട്ട് സിങ്ക് ചെയ്യുന്നില്ല. ഈ സെയിം സെൽഫിഷ് ആർഗ്യുമെന്റ് ആണ്. ഏറ്റവും അവസാനം നമുക്ക് കാണാൻ കഴിയുന്നത് 9:51 മുതലാണ് കർത്താവ് യെരുശലേമിലേക്ക് പോകുന്ന ക്രൂശിക്കപ്പെടാൻ. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും വിഷയം ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് പ്രിയരെ ഇവർക്ക് ഇങ്ങനെ ഒരു സ്വഭാവ രീതി? ഞാൻ മനസ്സിലാക്കിയ നിങ്ങളോട് പറയാം. അവര് കണ്ടും കേട്ടും വളർന്നത് ഇങ്ങനൊരു പശ്ചാത്തലത്തിലാണ്. അവര് കണ്ട ആത്മീക നേതൃത്വം അവരെ കാണിച്ചു കൊടുത്ത മാതൃക ഇതാണ്. റബ്ബിമാരും ഫരീസേരും ഇങ്ങനെയുള്ളവരായിരുന്നു. ഇത് തന്നെയാണ് ഇന്നത്തെ നേതാക്കന്മാരും ചെയ്യുന്നത്. ശുശ്രൂഷയിലേക്ക് ആരെങ്കിലും വരുന്നെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അല്ലാതെ നേതാക്കന്മാരെ നോക്കിയിട്ട് കാര്യമില്ല. സ്തോത്രം. ഇവർക്കും പറ്റിയത് ഇങ്ങനെയാണ്. ആത്മീക ഗോളത്തിലുള്ള പലരും അവര് സെൽഫ് പ്രൊമോഷൻ ഒക്കെ നടത്തുന്ന ആളുകളായിരുന്നു. ഇത് അവര് കണ്ടും കേട്ടും വളർന്നവരാണ്. അപ്പൊ കർത്താവിനെ അനുഗമിക്കാൻ തുടങ്ങിയിട്ടും ഇതൊക്കെയാണ് മനസ്സിൽ ഇരിക്കുന്നത്. ഞങ്ങളിൽ വലിയവൻ ആരാണ്? ഇത് തന്നെയായിരുന്നു അന്നത്തെ മത നേതൃത്വത്തിലും അവര് കണ്ടും കേട്ടും ഒക്കെ ശീലിച്ചത്. യഹൂദ മത അനുസാരികളിൽ അവരുടെ ആത്മീകതയുടെ
ചിഹ്നമായി അവർ പൊതുവെ പ്രദർശിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. മത്തായി 23:5 അവരുടെ ഈ ലോഹകളിൽ അതിന്റെ ടാസൽസ് ഇതൊക്കെ വലുതാക്കി പ്രദർശിപ്പിക്കുക. മത്തായി 6:16 ഉപവസിക്കുകയാണ് എന്ന് മനുഷ്യരെ കാണിക്കുക. ഇതുപോലെ തന്നെ ലൂക്കോസ് 20:47, മത്തായി 6:2 ദാനധർമ്മം കൊടുത്താലും പ്രാർത്ഥിക്കുകയാണെങ്കിലും എന്ത് ചെയ്താലും ആത്മീകത ഒരു പ്രദർശിപ്പിക്കുന്ന ഒരനുഭവമായി മാറിയിരിക്കുക നിഗളത്തിൽ നിന്ന്. ഇത് കണ്ടും കേട്ടും പരിചയിച്ച ആളുകളാണ് ഈ ശിഷ്യന്മാര്. യഹൂദ മതത്തിൽ ഇതാണ് അവർ കണ്ടും ഇവർ കേട്ടും ഒക്കെ അവർ പഠിച്ചത്. അല്ലാതെ സെർവന്റ് ലീഡർഷിപ്പ് എന്നൊരു കാര്യം അവര് പരിചയിച്ചിട്ടില്ല. ഞാൻ ഇതിൽ നിന്നുകൊണ്ട് തന്നെ പറയാം, ഇപ്പൊ ഇതൊരു വാദം എന്താണ്? അവരിൽ വെച്ച് ആർ വലിയവൻ. അപ്പൊ നമ്മൾ ഇത് വളരെ മനസ്സിലാക്കണം, പ്രിയപ്പെട്ട രക്ഷിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ. വാട്ട് വി സീ ഹിയർ ആൻഡ് ദേർ among the leadership, ഞാൻ അതിന്റെ പെർസെൻറ്റേജ് ഒന്നും പറയുന്നില്ല. മിക്ക ഇടങ്ങളിൽ നമ്മൾ കാണുന്നത് ക്രിസ്തു സ്വഭാവത്തിന് ചേരാത്തതാണ്. ഓക്കെ, അതാണ് ആത്മികതയുടെ സ്റ്റാൻഡേർഡ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളും ഇവരെ പോലെയാകും. Take not your eyes away from Jesus and the cross. അഭിഷക്തനാണ് എങ്ങനെ? ഏതായാലും യേശുവിനെക്കാട്ടി വലിയ അഭിഷക്തരൊന്നും ഇല്ലല്ലോ. വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഒരു റോങ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പറയുന്നു, പെന്റക്കോസ്റ്റലിലെ പലരുടെ രീതികളും മട്ടും ഭാവവും കണ്ടാൽ as if they are some star. My dear brethren, there are no star among the ministers. No, none. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ് വലിയവൻ. ബാക്കിയെല്ലാം ദാസന്മാരാ. പക്ഷേ പറഞ്ഞ് ശ്രേഷ്ഠദാസനായി. ദാസൻ എന്ന് പറഞ്ഞ അടിമയെന്നല്ലേ? ശ്രേഷ്ഠ അടിമയോ? എന്തുവാ ശ്രേഷ്ഠ അടിമ? ജോക്ക്. യജമാനൻ കാശ് കൊടുത്തൊരു അടിമയെ മേടിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. യജമാനൻ അവിടെ ഇരിക്കുന്ന ശ്രേഷ്ഠദാസൻ. എന്ത് ശ്രേഷ്ഠത? അപ്പൊ അതിനകത്തങ്ങ് നമ്മളങ്ങ് സന്തോഷിക്കുക. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നുകയാണ് അദ്ദേഹത്തെ അപമാനിച്ചു എന്ന്. ഡോക്ടർ എഴുതാഞ്ഞിട്ട് നോട്ടീസ് റീപ്രിന്റ് ചെയ്യുന്ന പുള്ളികളുണ്ട്. നിഗളമാണെന്നുള്ളത് പച്ചയ്ക്ക് ഞാൻ പറയുകയാണ്. ഡോക്ടറേറ്റ് എടുത്തൊന്നും തെറ്റൊന്നുമല്ല കേട്ടോ. അപ്പൊ ഒരാൾ നോട്ടീസ് ഇല്ലാതെ അടിച്ചുപോയി, എന്ത് ചെയ്യണം? ഇല്ല, അതെല്ലാം മാറ്റിയിട്ട് ഡോക്ടർ വെക്കണം. പോട്ടെ, പിന്നെ റെവറന്റ് വെക്കണം. ബ്രദർ എന്ന് വെച്ചാലോ, ഐ ആം നോട്ട് ബ്രദർ, ഐ ആം പാസ്റ്റർ. നോട്ട് ജസ്റ്റ് പാസ്റ്റർ, റെവറന്റ്. ഇത് കണ്ടാണ് മറ്റ് ആളുകൾ ശുശ്രൂഷയിലേക്ക് വരുന്നത്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഓൾ ദിസ്? ഇപ്പൊ അങ്ങനെയായി. We are expected to be called that way. ജീസസ് വെച്ച മാതൃക എന്താ? ജീസസ് പഠിപ്പിച്ചത് എന്താ? പണ്ടൊരിക്കലൊരുത്തൻ പ്രസംഗിച്ച് അദ്ദേഹത്തിന് പൗലോസിനെക്കാട്ടിൽ അഭിഷേകമായെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്.
ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിക്കേണ്ട കേസുകളാണ് കേട്ടോ. ബലഹീനരും അസ്ഥിരരുമായ ആളുകളുണ്ട്. എന്ത് കാര്യം കേട്ടാലും പിന്നെ നമുക്കറിയാവുന്ന ഒരു സംഗതിയാ, കൈ സ്പീഡിൽ അടിക്കുക. എന്നാ കേട്ടാലും അടിക്കും. അടിക്കാൻ വേണ്ടി എന്തിയോ വരുന്നേ. നോ, ഇവർക്ക് ആ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ആണ്. അവരങ്ങനെ ഒരു സിസ്റ്റം അവരെ ബാധിച്ചിട്ടുണ്ട്. That's the way it was. All through their life they were seeing this. ഈ ഫരീസന്മാരെല്ലാം പൊങ്ങന്മാരാണ്, ശാസ്ത്രിമാരൊക്കെ പൊങ്ങന്മാരാണ്, പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. അവരുടെ ഡ്രസ്സിങ്ങിലും അവരുടെ വാക്കുകളിലും എല്ലാം ആ ഇൻഫ്ലുവൻസ് ഇവരിലേക്കുമായി. അവരിൽ വെച്ച് 6 വലിയവൻ. എന്റെ പ്രിയരെ, നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചേ. ഇതാരുടെ കൂടെ നടക്കുമ്പോഴാ? They are walking with the greatest one. This is God's son on earth. അവിടുത്തെ സന്നിധിയിൽ, അവിടുത്തെ സാന്നിധ്യത്തിലാ പറയുന്നത് നമ്മൾ വലിയവനാണ്. വിശ്വസിക്കാൻ കഴിയുമോ? സ്തോത്രം. കർത്താവ് പഠിപ്പിക്കുന്നത് യെരുശലേമിൽ ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യപുത്രനെ റിജക്റ്റ് ചെയ്യും. അവർക്ക് അതൊന്നും അല്ല തിരിയുന്നത്. അല്ല, എന്നാലും നമ്മളിപ്പോ ദൈവരാജ്യം അക്ഷരീയമായിട്ട് വരുമ്പം നമ്മുടെ സ്ഥാനം എന്താണ്? He is going to Jerusalem and there he will be rejected. ഇതാണ് ഈ സ്റ്റഡി ആവർത്തിച്ച് പറയുന്നത്. അവർക്കതല്ല. അല്ല ബ്രദറെ, എന്നാലും ഈ ദൈവരാജ്യം സഭയെ ദൈവരാജ്യത്തിലൊക്കെ വരും. ഞാൻ എന്റെ പൊസിഷൻ എങ്ങനെ? അടുത്ത ആഴ്ച ബാക്കി പറയാം. ശരിക്കും വേദപുസ്തകത്തില് എങ്ങനെയാണ് ഈ ആർഗ്യുമെന്റ് തുടങ്ങിയത്, ഇതിന്റെ തുടക്കം എന്താണെന്ന് എഴുതിയിട്ടില്ല. എങ്കിലും സാഹചര്യം വെച്ച് നമുക്കൊന്ന് വിലയിരുത്താൻ കഴിയും കേട്ടോ. അന്നത്തെ കൾച്ചറിന്റെ ഭാഗമാണ്. പക്ഷെ ഇവരിൽ ഇത് ട്രിഗർ ചെയ്യാൻ കാരണം എന്താ? നമ്മൾ ഓർക്കണം, മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷനിൽ ഒരു 3 പേര് പോയി, 9 പേര് താഴ്വരയിലായിരുന്നു. അവിടെയാണ് ഒരു അപ്പൻ ഭൂതബാധിതനായ മകനെ കൊണ്ടുവന്നത്. അവര് ഫെയിൽ ചെയ്തു. പിന്നെ കർത്താവ് ഭൂതത്തെ പുറത്താക്കുന്നു. അതാണ് ആ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്. കർത്താവ് പറയുന്നു, ശ്രദ്ധിച്ചത് കേൾക്ക്. എന്നിട്ട് ക്രൂശിനെ കുറിച്ച് പറയുന്നു. എഴുതിയിട്ടില്ല, നിഗമനമാണ്. 9 പേര് ചോദിച്ചെന്നിരിക്കട്ടെ എന്ന് പറയുന്നതായും അവിടെ മറുരൂപമരയിലൊക്കെ പോയെന്നൊക്കെ അറിഞ്ഞാൽ എന്താ പറയുക? അവിടെ പറയാൻ ഞങ്ങൾക്ക് പറയാൻ അനുവാദമില്ല. അപ്പൊ നമ്മള് ശിഷ്യരല്ലേ? കണ്ടോ, ഒരു പോയിന്റായി. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഉണ്ടായ അനുഭവം ആരോടും പറയരുത്. താഴ്വരയിൽ ചെന്നാൽ അതൊരു വിഷയമാകാൻ സാധ്യത ഉണ്ട്. മറിച്ചൂടെ പറയാം, താഴ്വരയിലേക്ക് 3 പേര് വന്നു കഴിഞ്ഞ്, ബ്രദർ, നിങ്ങളൊക്കെ ഇവിടെ താഴ്വരയിലായിരുന്നല്ലേ, നിങ്ങള് എന്തുവായിരുന്നു? ശ്രേഷ്ഠമറിയ. എല്ലാരും പറയാനൊക്കത്തില്ല, പക്ഷെ ശ്രേഷ്ഠം. നിങ്ങളെ ഒന്നും പറ്റത്തില്ല. ഞങ്ങളെ നോക്കിയോ, എല്ലായിടത്തും ഞങ്ങളെയാണ് കർത്താവ് സ്പെഷ്യലായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ മറ്റൊരു തിരിച്ചു പറഞ്ഞെന്നിരിക്കട്ടെ, അല്ല, നിങ്ങളെ കൊണ്ടുപോയാലേ ഒക്കൂ. കാരണം കണ്ണും പെട്ടത്തുനിന്ന് നിങ്ങളെ മാറ്റിയാൽ അത് പിന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങളെ അങ്ങനെ വിശ്വസിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളെ ആയിരിക്കാം മേ ബി, അവിടെ എഴുതിയിട്ടില്ല. ഞാൻ ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് പറയുക. ഇനി ആ കോണ്ടെക്സ്റ്റിനെ നോക്കിക്കോ. 9-ാം അധ്യായത്തിന്റെ 1-2 വാക്യം അവർക്ക് അധികാരവും ശക്തിയും ലഭിച്ചു. 6-ാം വാക്യത്തിൽ അവർ പോയി ശുശ്രൂഷിച്ചു. ഇപ്പോഴോ, ഇപ്പം ഭൂതത്തെ പുറത്താക്കാൻ കഴിയാതെ നിൽക്കുമ്പോ പണ്ടത്തെ വീമ്പളക്ക്. ഞാൻ ബ്രദറെ മിനിസ്റ്ററൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, വലിയ മിനിസ്റ്ററൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്, നീ എത്ര രോഗിയെ സൗഖ്യമായിട്ടുണ്ട്? ഞാൻ ബ്രദറെ രോഗിയല്ലേ,
ഭൂതത്തെ പുറത്താക്കുന്ന സ്പെഷ്യലിസ്റ്റ്. പ്രശ്നങ്ങൾ, ആർഗ്യുമെന്റിങ്, അവരുടെ ഇടയിൽ വാദം, ഞങ്ങളിൽ വലിയവൻ ആരാണ്? ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ഇടയിലും പ്രിയപ്പെട്ടവരെ നടക്കുന്നു. ഇതല്ലായിരുന്നോ കൊരിന്ത് സഭയിൽ നടന്നത്? 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചാൽ ഇതൊക്കെ തന്നെയല്ലേ? കേഫാവിന്റെ പക്ഷവും അപ്പോലോസിന്റെ പക്ഷവും ഇങ്ങനെ പറഞ്ഞ് പക്ഷം പിടിക്കുക അല്ലേ? വി ആർ ബെറ്റർ ദാൻ യു. പൗലോസിന്റെ പക്ഷക്കാർ പറഞ്ഞു വി ആർ ബെറ്റർ. പറഞ്ഞു നോ 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 നോ, കേന്ദ്രവുമായിട്ട് ഞങ്ങൾക്ക് പീറ്ററിന്റെ പക്ഷം. പിന്നെ ആരാ? പ്രസംഗി അപ്പോലോസിന്റെ പക്ഷം. പിന്നെ വേറെ കുറച്ച് പേര് പറഞ്ഞു നിങ്ങളുടെ കൂടെ ആരുമില്ല. അവരും പക്ഷമായി, ജീസസിന്റെ പക്ഷം. ഓൾ ത്രൂ ഔട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കണം. സഭകളിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഐ തിങ്ക് ഐ ആം ബെറ്റർ ദാൻ ദ റെസ്റ്റ്. അവിടെ ഈ പ്രൈഡാണ് ഇത് മൊത്തത്തിന്റെ തുടക്കം. എന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ ഈ ചിന്തകളെ അതിജീവിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒരു അനുഭവം പറഞ്ഞ് നിർത്താം. വളരെ യൗവനക്കാരനായ ഒരാൾ, ഞാൻ സൂക്ഷിക്കുന്ന ഒരു ചർച്ചിൽ കർത്താവിൽ പ്രസിദ്ധനായ ഒരു ദൈവദാസന്റെ കൂടെ എന്നും വന്ന് അറ്റൻഡ് ചെയ്യും. ഞായറാഴ്ചകളൊക്കെ അദ്ദേഹം വരും. അപ്പൊ എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ അറിയത്തില്ല. അദ്ദേഹം ഒരു ബൈബിൾ കോളേജുമായിട്ട് ബന്ധമുണ്ട് എന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അദ്ദേഹം കൂടെ വരുന്ന ആ ദൈവദാസൻ പലപ്പോഴും ദൈവസഭയിൽ പ്രസംഗിക്കാൻ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ധരിച്ചു ഈ മസ്റ്റ് ബി എ സ്റ്റുഡന്റ്, ദിസ് യങ് മാൻ മസ്റ്റ് ബി എ സ്റ്റുഡന്റ്. സോ കോർഡിയലായിട്ട് അദ്ദേഹത്തോട് ഞാൻ ഇടപെടും. എങ്കിലും ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് തോന്നി I must ask him to preach. ഇദ്ദേഹം കൂടെ വരുന്ന ആ കർത്താവിന്റെ ദാസൻ അദ്ദേഹത്തിന്റെ ഒരു റെസ്യൂമെ പോലെ എനിക്കൊന്ന് ഇട്ടു. പോസിബിളി when he preaches, maybe to introduce him in a word or two. He just gave. ഞാൻ അന്തം വിട്ടുപോയി. This young man has written many books. He's a qualified theologian. ഒരുപാട് ബൈബിൾ സ്റ്റഡികൾ എടുക്കുന്ന ഒരാൾ, യൗവനക്കാരനാണ്. അപ്പൊ എന്റെ മനസ്സിൽ പുള്ളിക്ക് ഒരു പരിഭവവും ഇല്ല. താൻ ആരാന്ന് തെളിയിക്കാൻ നോക്കിയില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ വന്ന് ശാന്തമായിട്ടിരിക്കും, ശാന്തമായിട്ട് പോവും. അദ്ദേഹത്തിന്റെ ആ റെസ്യൂമെ ഞാൻ കണ്ടപ്പോൾ അങ്ങനെ ഒരാളിനെ എങ്ങനെ ഇരിക്കാൻ ഒത്തു? He must have learned this lesson. മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണി താൻ താഴ്ത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 46-ാം വാക്യം മാത്രം ഒന്ന് വായിച്ച് ഞാൻ നിർത്താം. അവരിൽ വെച്ച് 6 വലിയവനെന്ന് ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു. ഇവിടെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടത് തീർന്നില്ല, പിന്നെയും അവരത് ആവർത്തിച്ചു. ഇതൊരു പ്രധാന വിഷയമാണ് ശിഷ്യത്വത്തിൽ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അല്ലാതെ നമ്മുടെ ഉള്ളിൽ ഈ ഉയർന്നു വരുന്ന, പൊങ്ങി വരുന്ന ഈ ഭാവങ്ങൾ ഒതുക്കാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. ആൻഡ് വി നീഡ് ഹെൽപ്പ്. We need help of the Holy Spirit. God bless you.